ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭകാലത്ത് കണ്ടുവരുന്ന മിക്ക സ്ത്രീകളിലും അവരനുഭവിച്ചു വരുന്ന വലിയൊരു റീസണാണ് ഗ്യാസ് പ്രോബ്ലം. അപ്പം ഗ്യാസ് പ്രോബ്ലത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ. അപ്പം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്, കംപ്ലീറ്റ് ആയിട്ടും കാണുക. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ ചില സ്ത്രീകൾ ചിലപ്പോൾ അത് അനുഭവിക്കുന്നവരായിരിക്കും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളൊരു ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് കണ്ടുവരുന്നത്, അല്ലേ? അതിപ്പം എല്ലാവർക്കും പിന്നെ എല്ലാ സ്ത്രീകളിലും ഒരുപോലെ മാറ്റം കൊണ്ടുവരും എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും കോമൺ ആയിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നു, നമ്മുടെ ഗർഭാശയത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു, ദഹനശേഷി, അതായത് ഡൈജഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ നോർമൽ ഉള്ളതിലും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം. അപ്പം ഈ ഗ്യാസ് പ്രോബ്ലം പല സ്ത്രീകളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ആ ഗർഭകാലം മുഴുവനായിട്ടും അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ചില സ്ത്രീകളിൽ അത്രയുമില്ല. ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ ട്രൈമസ്റ്റേഴ്സിലേക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ചില സ്ത്രീകൾ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ഇതിനുള്ള കാരണങ്ങൾ, ഇതിന് എന്തൊക്കെ നമുക്കൊരു പോംവഴികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകുന്നത്? അപ്പം നമ്മളുടെ ഈ ഗ്യാസ് പ്രോബ്ലം എന്ന് പറയുന്നതിന് പല റീസൺസ് ഉണ്ട്. ഓക്കെ, ചില സ്ത്രീകളിൽ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ ഓക്കാനം എന്ന് പറയുന്നത്, ഛർദിൽ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഛർദിൽ അല്ലെങ്കിൽ ഓക്കാനം എന്ന് പറയുന്നത് ഏകദേശം മിക്ക സ്ത്രീകളും ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഒരു 4 മാസം, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അതായത് 4-ാം മാസം വരെയാണ് ഈ ഒരു പ്രോബ്ലം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഉണ്ടാകുന്ന ഈ ഛർദിലും ഓക്കാനും ഒക്കെ സാധാരണയായിട്ട് നമുക്ക് ഡോക്ടറിനെ കാണേണ്ട ആവശ്യം വരുന്നില്ല. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. അത് ആ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. പക്ഷെ ചില സ്ത്രീകളിൽ ഈ ഒരു ഓക്കാനം അതായത് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവും. അതായത് ഒന്നും കഴിക്കാൻ പറ്റാത്ത പോലും അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഛർദിയിലേക്ക് പോകും. അതെന്ന് പറയുന്നത് HCG എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകൾ മെയിനായിട്ടും ഈ ഒരു അതായത് നമുക്കറിയില്ല എന്തുമൂലമാണ് ചിലപ്പം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഈ ഓക്കാനം. എല്ലാവരും അമ്മമാർ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും ഈ ഓക്കാനമല്ലേ അത് സാധാരണയായിട്ട് ഗർഭകാലത്ത് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ കൂടി പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഛർദിലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ഡോക്ടറിനെ കണ്ടിരിക്കേണ്ടത് അത്യുത്തമമായിരിക്കും. മറ്റൊരു റീസണാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. ഗർഭിണിയാവുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ചേഞ്ചസ് ആണ് വളരെയധികം കൂടുതലും ഉണ്ടാകുന്നത്. ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല. പല സ്ത്രീകളിലും ഈ ഒരു ഹോർമോൺ നന്നായിട്ട് വർധനവ് മൂലം നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഡൈജഷനും വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡൈജഷൻ വൈകുന്നതോടനുസരിച്ച് നമ്മളുടെ ഗ്യാസ് പ്രോബ്ലവും നന്നായിട്ട് കൂടി വരും. അപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തിനോടുള്ള ആ ഒരു താല്പര്യം മൂലം നമ്മൾ കണ്ടമാനം ഭക്ഷണം കഴിക്കുകയും ഡൈജഷൻ ഭയങ്കര അതായത് മന്ദഗതിയിൽ പോവുകയും ഗ്യാസ് പ്രോബ്ലം നന്നായിട്ട് കൂടുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തവണ കഴിക്കുക അല്ലെങ്കിൽ 2 തവണ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ 5-6 തവണയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒറ്റ തവണ എല്ലാം കൂടി നമ്മൾ കഴിക്കാൻ നോക്കാതെ അത് തന്നെ ഒരു 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഗ്യാപ്പിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഉള്ളിൽ പോയിരിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തത് കഴിച്ചാൽ നമുക്ക് ആ ഒരു നോർമൽ രീതിയിൽ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലമാണ് നമുക്ക് ഈ ഒരു ഡൈജഷൻ അവിടെ നമുക്ക് ലേറ്റ് ആവുന്നത്. സോ അപ്പം ഇതും ഒരു ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലം നമുക്കുണ്ടാകുന്ന പല സ്ത്രീകളും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാരണമാണ് മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ. ഇതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഈ ഒരു അഭാവം നമ്മുടെ ഡൈജഷനിൽ വളരെ സാവധാനം കൊണ്ടുവരും. അതായത് എല്ലാ സ്ത്രീകളുമല്ല,
പല സ്ത്രീകളിലും ഈ ഒരു ഡൈജഷൻ്റെ പ്രോബ്ലം വന്ന്, അതായത് നല്ല രീതിയിൽ ഡൈജഷൻ ഉണ്ടാവുകയാണ് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള വേയിൽ നമുക്ക് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം അത് വൈകുന്നതിനനുസരിച്ച് എന്താ കോൺസ്റ്റിപ്പേഷൻ ആണ് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പോലും നമുക്ക് പിന്നെ വയറിൽ ഗ്യാസ് കെട്ടി അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ചില സ്ത്രീകൾ എനിക്കറിയാവുന്ന പല സ്ത്രീകളും ഇതുപോലെ ഈ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം അതായത് 2-3 ദിവസം എനിക്ക് എടുത്തിട്ടാണ് വയറ്റിൽ നിന്ന് ഒന്ന് പോയി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലം നമുക്ക് ഈ ഒരു ഗ്യാസ് പ്രോബ്ലം ഇങ്ങനെയും നമുക്ക് ഒരു റീസണായിട്ട് നമ്മൾ ഈ ഗർഭകാലത്ത് മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിനൊരു പരിഹാരം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സാവധാനം സമയമെടുത്ത് കഴിക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മൾ ഇപ്പോൾ നോർമലി കഴിക്കുന്ന വെച്ചാൽ 3 തവണയാണെന്നുണ്ടെങ്കിൽ 6-7 തവണകളായിട്ട് വളരെ കുറച്ച് ഭക്ഷണം എടുത്ത് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച്, അതായത് പെട്ടെന്ന് നമ്മൾ നോർമലി പെട്ടെന്ന് കഴിക്കുന്നവരായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതായത് നമുക്ക് ഡൈജഷനിൽ ഞാനൊരു പ്രോബ്ലം പറഞ്ഞു, ഈ ഡൈജഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നന്നായിട്ട് ചവച്ചരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഡൈജഷൻ അത്രയും കുറച്ചുകൂടി ഈസിയാവും. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നന്നായിട്ട് ചവച്ചരച്ച് വളരെ സാവധാനം ഭക്ഷണം കഴിക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. പക്ഷേ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളം കുടിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം പൂർണ്ണമായും കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അല്പം സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അപ്പം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം ഇതുപോലെ ഒന്നുകിൽ മുൻപെയോ അല്ലെങ്കിൽ ഭക്ഷണ ശേഷമോ വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക സ്ത്രീകളിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കാം. ഓക്കെ, അപ്പം ഓരോരുത്തരും അവരുടെ ശരീരത്തിന് അനുയോജ്യമായി ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് കാണുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അത് ഒഴിവാക്കുക. ഈ ഒരു കാലഘട്ടം ഗ്യാസ് ഉണ്ടാക്കുന്നു, ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനോട് വളരെ അധികം ഇഷ്ടമുള്ള ഒരു ഭക്ഷണമായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ കൂടി പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കാലഘട്ടം, അതായത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് തന്നെ വളരെ നല്ല കാര്യമായിരിക്കും. ചിലർക്ക് പാല് കുടിക്കുന്നവരായിരിക്കാം, പക്ഷേ ആ ഒരു സമയത്ത് ഈ പാല് കുടിക്കുക എന്നുള്ളത് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഒരു എന്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മറ്റ് പല ശാരീരിക ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്. ചില സ്ത്രീകളിൽ ഗർഭകാലത്ത് ചില റെസ്റ്റുകൾ പറയും, ചിലപ്പം അധികം ജോലി ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളല്ലാതെ ഒരു കുഴപ്പവുമില്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റ് ചെറിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെന്നുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അല്പം ഒന്ന് നടക്കുക, പറ്റുന്ന രീതിയിലുള്ള കൈയും കാലുകളൊക്കെ ഒന്ന് മൂവ്മെൻറ്റ് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഏകദേശം അറിയാമല്ലോ, എക്സസൈസുകളൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ഗർഭിണിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടുള്ള ഒരു വലിയൊരു റെമഡി ആയിരിക്കും ഈ എക്സസൈസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മളതിൽ അല്പം ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഉലുവ വെള്ളം എന്ന് പറയുന്ന ഗ്യാസിനെയൊക്കെ നമുക്ക് ശമിപ്പിക്കാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് കഴിയും. അപ്പം ഉലുവ വെള്ളം കഴിവതും നിങ്ങൾ കുടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വെള്ളം കുടിക്കുമ്പോൾ അപ്പം ഉലുവായും കൂടി ഇട്ടുള്ള വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നല്ലത്. എന്തായാലും നമ്മുടെ ശരീരത്തിന് വെള്ളം വേണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. അപ്പോൾ ആ സമയത്ത് ഈ ഉലുവ വെള്ളം ഒന്ന് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ടിപ്പായിരിക്കും. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം,
കഴിവതും ഈ സോഡ പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. സോഡ വെള്ളങ്ങൾ, അതായത് ഇപ്പോൾ അറിയാമല്ലോ പല രീതിയിലുള്ള ബോട്ടിൽ രൂപത്തിലുള്ള ജ്യൂസസ് ഒക്കെ ഉണ്ട് അല്ലെ, ലൈമ് അങ്ങനെയൊക്കെയുള്ള കുറേ സോഡ രൂപത്തിലുള്ള ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലാതെ മറ്റ് ചില ശാരീരിക പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു എന്താണ് ഒരു ഹാബിറ്റാണ് ഈ സോഡ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ പെപ്സി, കൊക്കക്കോള, മെറിണ്ട ഇങ്ങനെയുള്ള സോഡ നിറച്ചിരിക്കുന്ന വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ ഈ ഒരു ടൈമിൽ ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യങ്ങളും എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യാം, എന്തൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നത് വരയ്ക്കും